നമസ്കാരം. ഭൂഗോളത്തിൻ്റെ അതിരുകളെല്ലാം മായ്ച്ചു കളഞ്ഞ് മനുഷ്യ മനസ്സുകളെ ഒന്നായി കോർത്തിണക്കുന്ന ഫുട്ബോൾ എന്ന മാന്ത്രിക കളിയുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഫിഫ ലോകകപ്പ്. പച്ചപ്പുൽ മൈതാനങ്ങളിൽ ചോരയും നീരും ഒഴുക്കി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിക്കുന്ന ഈ മഹാമേള ഇന്ന് കേവലം ഒരു കായിക മത്സരം മാത്രമല്ല, മറിച്ച് ആഗോള സാംസ്കാരിക വിനിമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും ലോകത്തെ ഒന്നടങ്കം ഒരു പന്തിലേക്ക് ചുരുക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിന് വികാര നിർഭരമായ പോരാട്ടങ്ങളുടെയും അപ്രതീക്ഷിത കുതിപ്പുകളുടെയും കഥയാണ് പറയാനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 9 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലളിതമായി തുടങ്ങിയ ഒരു ആശയം ഇന്ന് കോടിക്കണക്കിന് ഡോളറുകൾ മറിയുന്ന ഭൂമിയിലെ പകുതിയിലധികം ജനസംഖ്യ തത്സമയം വീക്ഷിക്കുന്ന ഒരു വിസ്മയമായി മാറിയിരിക്കുന്നു. 23ാമത് ലോകകപ്പിന് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം വേദിയാകുന്ന ഈ ചരിത്ര നിമിഷത്തിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉത്ഭവം മുതൽ 2024 എത്തി നിൽക്കുന്ന ഇതിൻ്റെ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരെയുള്ള ചരിത്ര വഴികൾ പരിശോധിക്കുന്നത് കൗതുകകരമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫുട്ബോൾ എന്ന കളി ലോകമെമ്പാടും പടർന്നു പിടിക്കാൻ തുടങ്ങിയതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ടൂർണമെൻറ്റ് വേണം എന്ന ആശയം ഉയർന്നു വരുന്നത്. 1904 ഫിഫ രൂപീകൃതമായി എങ്കിലും ഒളിമ്പിക്സിൻ്റെ ഭാഗമായി മാത്രമാണ് ആദ്യകാലങ്ങളിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഒളിമ്പിക്സിൽ അമച്വർ കളിക്കാർക്ക് മാത്രമായിരുന്നു പ്രവേശനം എന്ന പരിമിതി ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ കളിക്കാരെ ഉൾപ്പെടുത്തി ഫിഫയുടെ സ്വന്തം നിലയിൽ ഒരു ആഗോള ടൂർണമെൻറ്റ് നടത്തണമെന്ന ദീർഘവീക്ഷണം മുന്നോട്ട് വെച്ചത് അന്നത്തെ ഫിഫ പ്രസിഡൻ്റായിരുന്ന യൂൾ റിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമങ്ങളുടെ ഫലമായി 1930 തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിൽ വെച്ച് ആദ്യത്തെ ലോകകപ്പ് ടൂർണമെൻറ്റിന് പന്തുരുണ്ടു. ആദ്യ ലോകകപ്പിൽ യോഗ്യതാ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഫിഫയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ 13 രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. കപ്പലിൽ ആഴ്ചകളോളം യാത്ര ചെയ്താണ് യൂറോപ്യൻ ടീമുകൾ അന്ന് ഉറുഗ്വേയിൽ എത്തിച്ചേർന്നത്. കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയെ 2-4 ഗോളുകൾക്ക് തകർത്ത് ആതിഥേയരായ ഉറുഗ്വേ ആദ്യത്തെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുകയും ചരിത്രത്തിൽ തങ്ങളുടെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കുകയും ചെയ്തു. ആദ്യ ടൂർണമെൻറ്റിൻ്റെ വൻ വിജയത്തിന് ശേഷം ലോകകപ്പ് അതിവേഗം ജനപ്രീതി ആർജിച്ചു. 1934 ഇറ്റലിയിലും 38 ഫ്രാൻസിലും ലോകകപ്പുകൾ നടന്നു. ഈ പതിപ്പുകളിൽ യോഗ്യതാ മത്സരങ്ങൾ ഏർപ്പെടുത്തുകയും ടീമുകളുടെ എണ്ണം 16 ഉയർത്തുകയും ചെയ്തു. മുസോളിനിയുടെ രാഷ്ട്രീയ സ്വാധീനത്തിനിടയിൽ നടന്ന 34 ലോകകപ്പിലും പിന്നീട് 38 ഇറ്റലി തുടർച്ചയായി കിരീടം ചൂടി കരുത്തു തെളിയിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട 2ാം ലോക മഹായുദ്ധം ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറി. യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ കാരണം 1942 46 ലോകകപ്പുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1950 ബ്രസീലിൽ വെച്ച് ലോകകപ്പ് പുനരാരംഭിക്കുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികൾ ഒന്ന് നടന്നത് ഈ ലോകകപ്പിലാണ്. സ്വന്തം നാട്ടിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികളെ സാക്ഷി നിർത്തി ബ്രസീൽ കിരീടം നേടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എങ്കിലും 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീലിനെ വീഴ്ത്തി ഉറുഗ്വേ വീണ്ടും ചാമ്പ്യന്മാരായി. മാരക്കാന ദുരന്തം എന്നറിയപ്പെടുന്ന ഈ തോൽവി ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. 50കളുടെ പകുതിയോടെ ലോകകപ്പ് അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. 1954 സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷനിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഇത് കളിക്ക് വലിയൊരു ആഗോള കാഴ്ചക്കാരെ സമ്മാനിച്ചു. ശക്തരായ ഹംഗറിയെ അട്ടിമറിച്ച് പശ്ചിമ ജർമ്മനി തങ്ങളുടെ ആദ്യ കിരീടം നേടിയത് മിറാക്കിൾ ഓഫ് ബേൺ എന്ന പേരിൽ പ്രശസ്തമായി. എന്നാൽ ലോകകപ്പിൻ്റെ ചരിത്രത്തെയും കളിയുടെ ശൈലിയും എന്നേക്കുമായി മാറ്റിമറിച്ചത് 1958 സ്വീഡൻ ലോകകപ്പാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള പെലെ എന്ന കൗമാരക്കാരൻ ലോക ഫുട്ബോളിലേക്ക് ഉദിച്ചുയർന്നത് അവിടെയായിരുന്നു. പെലെയുടെ അസാധാരണമായ കളി മികവിൽ ബ്രസീൽ തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം ചൂടുന്നു. പിന്നീട് 1962 70 ബ്രസീൽ കിരീടം നിലനിർത്തി. 70 മെക്സിക്കോ ലോകകപ്പോടെ പെലെ 3 ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന ഏക കളിക്കാരനായി മാറി. ആ വിജയത്തോടെ ആദ്യത്തെ ട്രോഫിയായ യൂൾ റിമേ കപ്പ് ബ്രസീൽ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് സിൽവിയോ ഗസാനിക രൂപകൽപ്പന ചെയ്ത ഇന്നത്തെ ഫിഫ ലോകകപ്പ് ട്രോഫി നിലവിൽ വരികയും ചെയ്തു. 1966 ഇംഗ്ലണ്ട് സ്വന്തം മണ്ണിൽ കിരീടം നേടിയതും ഈ കാലഘട്ടത്തിലെ പ്രധാന ചരിത്രമാണ്. 80കളിലും 90കളിലും ലോകകപ്പിൻ്റെ വാണിജ്യ മൂല്യവും ടീമുകളുടെ പങ്കാളിത്തവും കുത്തനെ ഉയർന്നു. 1982 സ്പെയിൻ ലോകകപ്പോടെ ടീമുകളുടെ എണ്ണം 24 വർദ്ധിച്ചു. ഇതേ ലോകകപ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി പെനാൽറ്റി ഷൂട്ടൗട്ട് സമ്പ്രദായം നടപ്പിലാക്കുന്നത്. 1986 മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് ഡീഗോ മറഡോണ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ അത്ഭുത പ്രകടനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ ദൈവത്തിൻ്റെ കൈഗോളും തുടർന്ന് 5 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിച്ച് അദ്ദേഹം നേടിയ നൂറ്റാണ്ടിൻ്റെ ഗോളും ഫുട്ബോൾ ചരിത്രത്തിലെ അനശ്വരമായ മുഹൂർത്തങ്ങളാണ്. ആ വർഷം അർജന്റീന 2ാം തവണയും ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1994 അമേരിക്കയിൽ നടന്ന ലോകകപ്പോടെ ടീമുകളുടെ എണ്ണം വീണ്ടും പരിഷ്കരിക്കപ്പെടുകയും 98 ഫ്രാൻസ് ലോകകപ്പ് മുതൽ 32 ടീമുകളായി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു.
ഫ്രാൻസ് സ്വന്തം നാട്ടിൽ സിനദിൻ സിദാൻ്റെ മികവിൽ ആദ്യമായി കപ്പ് ഉയർത്തത് 98-ലാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നതോടെ ഫുട്ബോൾ കൂടുതൽ ആഗോളവൽക്കരിക്കപ്പെട്ടു. 2002-ൽ ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ചപ്പോൾ ലോകകപ്പ് ആദ്യമായി ഏഷ്യൻ മണ്ണിലെത്തി. ആ ടൂർണമെൻറ്റിൽ റൊണാൾഡോയുടെ കരുത്തിൽ ബ്രസീൽ തങ്ങളുടെ 5ാം കിരീടം നേടി. തുടർന്ന് 2006-ൽ ഇറ്റലിയും 2010-ൽ ചരിത്രത്തിൽ ആദ്യമായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ സ്പെയിനും ജേതാക്കളായി. 2014-ൽ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച ജർമ്മനിയും 2018-ൽ റഷ്യയിൽ വെച്ച് ഫ്രാൻസും ചാമ്പ്യന്മാരായി. ഒടുവിൽ 2022-ൽ ആദ്യമായി ഒരു അറബ് രാജ്യമായ ഖത്തറിൽ വെച്ച് നടന്ന ലോകകപ്പ് ഫുട്ബോൾ ലോകം ദശാബ്ദങ്ങളായി കാത്തിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് വഴി തുറന്നത്. ആധുനിക ഫുട്ബോളിലെ ഇതിഹാസം ലയണൽ മെസ്സി തൻ്റെ കരിയറിലെ ഏക കുറവ് നികത്തിക്കൊണ്ട് അർജന്റീനയെ 3ാം ലോക കിരീടത്തിലേക്ക് നയിച്ചു. ഫ്രാൻസിനെതിരെയുള്ള ആ ഫൈനൽ മത്സരം ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉദ്വേഗഭരിതമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ വിപ്ലവകരമായ ചരിത്ര വഴികൾ പിന്നിട്ടാണ് ലോകകപ്പ് ഇപ്പോൾ 2026-ൽ എത്തി നിൽക്കുന്നത്. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പ് മുൻപുള്ള എല്ലാ പതിപ്പുകളെക്കാളും സവിശേഷതകൾ നിറഞ്ഞതാണ്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങൾ ചേർന്ന ഒരു ടൂർണമെൻറ്റിന് വേദി ഒരുക്കുന്നത്. മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ അസ്ട്രക്ക സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന മത്സരങ്ങൾ നടക്കുന്നത്. ഇതോടെ 3 വ്യത്യസ്ത ലോകകപ്പുകൾക്ക് ആതിഥ്യം വഹിക്കുന്ന ചരിത്രത്തിലെ ആദ്യ സ്റ്റേഡിയം എന്ന ബഹുമതി ഇതിന് സ്വന്തമാകും. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ഫൈനൽ മത്സരത്തിന് വേദിയാക്കുക. അമേരിക്കയിലെ 11-ഉം മെക്സിക്കോയിലെ 3-ഉം കാനഡയിലെ 2-ഉം ഉൾപ്പെടെ ആകെ 16 നഗരങ്ങളിലാണ് ഈ കായിക മാമാങ്കം അരങ്ങേറുന്നത്. സാങ്കേതികമായും ഘടനാപരമായും വലിയൊരു പരീക്ഷണത്തിനാണ് 2026-ലെ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ഫിഫയുടെ പുതിയ പരിഷ്കരണം പ്രകാരം 32 ടീമുകളിൽ നിന്ന് പങ്കാളിത്തം 48 ടീമുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ കളിക്കാനുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം. 48 ടീമുകളെ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും കൂടാതെ മികച്ച 8 3ാം സ്ഥാനക്കാരും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടും. ഇതിലൂടെ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി റൗണ്ട് ഓഫ് 32 എന്നൊരു പുതിയ നോക്കൌട്ട് ഘട്ടം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. മത്സരങ്ങളുടെ എണ്ണം 64-ൽ നിന്ന് 104-ആയി ഉയർന്നതോടെ 39 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൂർണമെൻറ്റായി ഇത് മാറുകയാണ്. കൃത്യമായ വിമാന സർവീസുകളും യാത്രാ സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് കളിക്കാർക്കും ആരാധകർക്കും യാത്രാക്ലേശം കുറയ്ക്കുന്നതായി പ്രാദേശിക ക്ലസ്റ്ററുകളായിട്ടാണ് മത്സരക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.